So welcome students. The next one is the dependence of resistivity on temperature. അപ്പോൾ ടെമ്പറേച്ചർ എങ്ങനെയാണ് റെസിസ്റ്റിവിറ്റിയെ ബാധിക്കുന്നത്? അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇക്വേഷൻ ഫോർ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി ഈക്വൽ ടു M/N(E²)τ. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ നോക്കിയാൽ അറിയാം, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് N നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, ടോ ആവറേജ് റിലാക്സേഷൻ ടൈം എന്നിവയെ ബാധിച്ചിരിക്കുന്നു, ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. എമ്മും ഇയും എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ, ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി കോൺസ്റ്റൻ്റ് ആണ്. സോ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് റിലാക്സേഷൻ ടൈം. ഇനി അതെങ്ങനെയായിരിക്കും എന്ന് നോക്കാം. നമുക്കറിയാം, ഒരു സോളിഡിൽ, ഏത് തരം സോളിഡും ആയിക്കോട്ടെ, സോളിഡിൽ അതിലുണ്ടാകുന്ന ഇലക്ട്രോൺസുകൾ പരസ്പരം കൊളൈഡ് ചെയ്യുന്നതിൻ്റെ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ആവറേജ് റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്, അഥവാ കൊളീഷൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് കുറയും. അപ്പോൾ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഈ ടോ കുറയും. ഇതുപോലെ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഒരു മെറ്റലിനെ സംബന്ധിച്ച്, അഥവാ കണ്ടക്ടറിനെ സംബന്ധിച്ച് എൻ കൂടുതലായിരിക്കും. ഒരു ഇൻസുലേറ്ററിന് എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ഫ്രീ ചാർജ് കാരിയേഴ്സ് തീരെ ഇല്ലതാനും. ഇതിനിടയിൽ വരുന്നതാണ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിൻ്റെ എൻ എന്ന് പറയുന്നത് നമുക്ക് വേരി ചെയ്യിക്കാൻ പറ്റും. അതായത് നോർമൽ കണ്ടീഷനിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫ്രീ ചാർജ് കാരിയേഴ്സ് കുറവും, ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ചാർജ് കാരിയേഴ്സിൻ്റെ എണ്ണം കൂടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം, when temperature increased, average speed of electron increase, which increase the collision rate, thus collision time tau decreases with the temperature. So that is first point. ഇനി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണം, that is independent of temperature in the case of metals. നമ്പർ കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യില്ല. ടെമ്പറേച്ചർ കൂടിയതിനനുസരിച്ച് മെറ്റൽസിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരില്ല. അതുകൊണ്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തതുകൊണ്ട് വ്യത്യാസം വരുന്നത് റിലാക്സേഷൻ ടൈമിന് മാത്രമാണ്. റിലാക്സേഷൻ ടൈം കുറയുകയും റെസിസ്റ്റിവിറ്റി അതനുസരിച്ച് കൂടുകയും ചെയ്യും. മെറ്റൽസിൻ്റെ കേസിൽ. അപ്പോൾ നമുക്ക് പറയാം, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി കൂടുന്നതാണ് മെറ്റൽസിൻ്റെ പ്രത്യേകത. ഈ കാണിച്ചിരിക്കുന്നത് കോപ്പറിൻ്റെ ഒരു ടെമ്പറേച്ചർ വേഴ്സസ് റെസിസ്റ്റിവിറ്റി ഗ്രാഫാണ്. ഇത് നിക്രോമിൻ്റെ, അതായത് ഒരു സെമി കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചർ റെസിസ്റ്റിവിറ്റി ഗ്രാഫാണ്. രണ്ടും കണ്ടാൽ നമുക്കറിയാം, കോപ്പർ എന്ന് പറയുന്നത് ഒരു കണ്ടക്ടർ, അതിൻ്റെ റിലേഷൻ സെമി കണ്ടക്ടറായ അല്ലെങ്കിൽ നിക്രോം എന്ന് പറയുന്നത് ഒരു അലോയി ആണ്. അലോയുടെ കേസിലുള്ള ഒരു ഇൻക്രീസ്. ഇപ്പോൾ രണ്ടിലും അലോയ് ആണെങ്കിലും ഒരു നോർമൽ മെറ്റൽ ആണെങ്കിലും റെസിസ്റ്റിവിറ്റി ഈസ് ഇൻക്രീസിങ് വിത്ത് ടെമ്പറേച്ചർ. നൗ വി ഹാവ് ഗോട്ട് ദ എക്സ്പ്രഷൻ ഫോർ ടെമ്പറേച്ചർ അറ്റ് ടെമ്പറേച്ചർ ടി. റോ ടി എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി അറ്റ് ടെമ്പറേച്ചർ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ρ0 × 1 + α × T - T0, where ρ0 is the resistivity at temperature T0. ρT is the resistivity at temperature T. And here there is a constant called alpha, that is the temperature coefficient of resistivity. അതിൻ്റെ പ്രത്യേകത, ഒരു കണ്ടക്ടറിനാണെങ്കിൽ it will be പോസിറ്റീവ്. ഒരു കണ്ടക്ടറിന്, ഒരു മെറ്റലിന് അതെന്തായിരിക്കും, എപ്പോഴും പോസിറ്റീവായിരിക്കും. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് പെർ ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. അതാണ് ആൽഫ, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് സെമി കണ്ടക്ടറിൻ്റെ കേസിലുള്ള ഒരു ഗ്രാഫാണ്, ടെമ്പറേച്ചർ വേഴ്സസ് റെസിസ്റ്റിവിറ്റി. സെമി കണ്ടക്ടറിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു, നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ M/N(E²)τ എന്ന് പറയുന്ന N ഡിനോമിനേറ്ററിലുള്ളത് ഇൻക്രീസ് ചെയ്താൽ റോ കുറയും, അഥവാ റെസിസ്റ്റിവിറ്റി കുറയും ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച്. മനസ്സിലായോ? അപ്പം ഇതാണ് രണ്ട് ഡിഫറൻസ്. സെമി കണ്ടക്ടറിന് റെസിസ്റ്റിവിറ്റി കുറയുകയും മെറ്റൽസിന് റെസിസ്റ്റിവിറ്റി കൂടുകയും ചെയ്യും. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ അടുത്ത കാറ്റഗറിയാണ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. ഇൻസുലേറ്ററിൻ്റെ കേസിൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസേ ഇല്ല. അപ്പോൾ അവിടെ കാര്യമായ ഒരു ഡിഫറൻസ് ഇല്ല ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച്. നോർമലി റെസിസ്റ്റിവിറ്റി കൂടുതലാണ്,
പക്ഷേ പിന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് പിന്നെയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഒന്നോ രണ്ടോ എങ്കിലും കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കണ്ടക്ടറിൽ കൂടി ഇങ്ങനെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് അതിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന എനർജിയെ നമ്മൾ വിളിക്കുന്നത് ഇലക്ട്രിക്കൽ എനർജി എന്നാണ്. ഇലക്ട്രിക്കൽ എനർജിക്കുള്ളൊരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ പവർ ഇൻറ്റു ടൈം. കാരണം പവർ എന്ന് പറയുന്നത് എനർജി ബൈ ടൈം ആണ്. അപ്പോൾ എനർജി എന്ന് പറയുന്നത് പവർ ഇൻറ്റു ടൈം. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ. പക്ഷേ വ്യാപാര അടിസ്ഥാനത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ ആണ്. അതായത് നമ്മുടെ വീടുകളിലെല്ലാം കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജിയുടെ അളവ് ഒരു മണിക്കൂറിൽ എന്തുമാത്രം എനർജി കൺസ്യൂം ചെയ്യുന്നു എന്ന ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് കിലോ വാട്ട് അവർ എന്നാണ്, നമ്മൾ KWH എന്നാണ് കാണിക്കുന്ന സിമ്പൽ. സോ ദിസ് ഇസ് കമേഴ്സ്യൽ യൂണിറ്റ്. നൗ ദ നെക്സ്റ്റ് ടേം ഈസ് എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറയുന്നത് നോർമലി ഇപ്പോൾ ലാസ്റ്റ് ഇയറിലൊക്കെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. Now related with the flow of electric current there comes Joule's law of heating. അപ്പോൾ ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിക്കൽ എനർജി കുറേ സമയം കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ കണ്ടക്ടർ ചൂട് പിടിക്കും ഡ്യൂ ടു ദ കൊളീഷൻ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ആ ചൂട് പിടിക്കുന്നത് ഹീറ്റ് എനർജി ആണല്ലോ. ആ ഹീറ്റ് എനർജി ഡിസിപ്പേറ്റഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഇസ് ഈക്വൽ ടു heat energy dissipated is equal to I square RT. I is the amount of current, R is the resistance of the conductor, and T is the temperature. Okay, this is Joule's law of heating. Now next one is electric power. Electric power means the rate of consuming energy. Power എന്ന് പറയുന്നത് നോർമലി എന്താണ്, വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം, എനർജി കൺസ്യൂംഡ് പെർ യൂണിറ്റ് ടൈം. അപ്പോൾ അങ്ങനെ അവിടെ എങ്ങനെ ഒരു എനർജി ഉണ്ടാകുന്നു അല്ലെങ്കിൽ എങ്ങനെ ഒരു റേറ്റ് നമ്മൾ എടുക്കാൻ സാധിക്കുന്നു അതൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇലക്ട്രോൺ ഇലക്ട്രിക് ഫീൽഡിൽ കൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് കൊളീഷൻ ഉണ്ടാകും. അപ്പോൾ മൂവിങ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഹാവിങ് കൈനറ്റിക് എനർജി. അതേസമയം തന്നെ ഈ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് പോകുമ്പം അതിൽ എന്തുണ്ടാകും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകും. അപ്പോൾ ആ ഷിഫ്റ്റഡ് ആകുന്നത് കൊണ്ടുള്ള പൊട്ടൻഷ്യൽ എനർജിയും മൂവിങ് ആയിട്ടുള്ള കൈനറ്റിക് എനർജിയുടെയും സം എപ്പോഴും എങ്ങനെയായിരിക്കണം, കോൺസ്റ്റൻ്റ് ആയിരിക്കണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസർവേഷൻ ഓഫ് എനർജി അവിടെ ഒബേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് എന്തെഴുതാം, Q ഇൻറ്റു ചാർജിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത് ഇൻറ്റു പൊട്ടൻഷ്യൽ V. ഇനി Q എന്ന് പറയുന്നത് എന്താണ്, DQ എന്ന് പറയുന്നത് എന്താണ്, ചാർജ്, റേറ്റ് ഓഫ് ഡിഫറൻസ് ഇൻ ചാർജ് അല്ലേ. അപ്പോൾ dQ/dt എന്ന് പറയുന്നത് കറണ്ട് ആണെങ്കിൽ DQന് പകരം നമുക്ക് എന്തെഴുതാം, IDT ഇൻറ്റു V, which is equal to the change in kinetic energy. അപ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയും ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൺസർവേഷൻ ഓഫ് എനർജി ഒബേ ചെയ്യുള്ളൂ. അപ്പോൾ ഈ എനർജി ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രോൺസ് വൈബ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കൊളൈഡ് ചെയ്ത് കണ്ടക്ടറിനെ ചൂട് പിടിപ്പിക്കുന്നത്. അപ്പോൾ ചൂട് പിടിപ്പിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹീറ്റ് എനർജിയുടെ റേറ്റ് എന്ന് പറയുന്നതിന് നമുക്ക് വർക്കായിട്ട് എടുക്കാം. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് VI/dt എന്നാണ്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു VI/dt. VI എന്ന് പറയുന്നത് പവർ ഇൻറ്റു DT. വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ഈസ് പവർ. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് പവർ ഇൻറ്റു ടൈം ആണ്. പവർ എന്ന് പറയുന്നത് V ഇൻറ്റു I ആണ്. സോ എനർജി ഡിസിപ്പേറ്റഡ് പെർ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് നമുക്കിനി അതിൻ്റെ റേറ്റ് dW/dt എന്ന് എടുക്കാം. സോ യു ആർ ഹാവിങ് I square RT എന്നാണല്ലോ നമുക്ക് ഇക്വേഷൻ, ജൂൾസ് ലോ ഓഫ് ഇക്വേഷൻ അനുസരിച്ച് ഹീറ്റ് എനർജിയുടെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ റേറ്റ് എടുക്കുമ്പോൾ ബൈ ടൈം എന്നും കൂടെ വരുമ്പം ദാറ്റ് ഇസ് ഈക്വൽ ടു I square R. ഇനി അതിനകത്ത് ഐക്ക് ഓംസ് ലോ അനുസരിച്ചൊക്കെ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് പവറിന് പല പല എക്സ്പ്രഷൻസ് കിട്ടും. V ഇൻറ്റു I അല്ലെങ്കിൽ V²/R ഇല്ല. പവറിൻ്റെ യൂണിറ്റാണ് വാട്ട് എന്ന് പറയുന്നത്. വേറൊരു യൂണിറ്റാണ് ഹോഴ്സ് പവർ. പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നത് ഹോഴ്സ് പവർ എന്നാണ്. കമേഴ്സ്യൽ യൂണിറ്റ് ഇവിടെയും നമുക്ക് പറയാം. കിലോ വാട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പവർ പറഞ്ഞാൽ 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ അത് 1000 വാട്ടാണ്. 1 മെഗാവാട്ട് എന്ന് പറയുന്നത് 10⁻⁶ വാട്ട്സ് ആണ്. 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ട്സ് ആണ്. ഇതൊക്കെയാണ് പവറിൻ്റെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ്. Now the next one is combination of resistors.
റെസിസ്റ്റേഴ്സ് നമുക്ക് പലതരത്തിൽ കമ്പൈൻ ചെയ്യാം സർക്യൂട്ടുകളിൽ നമ്മൾ റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ കാർബൺ റെസിസ്റ്റേഴ്സ് പോലെയുള്ള ഫിക്സഡ് വാല്യൂ റെസിസ്റ്റേഴ്സ് പല രീതിയിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ടിലുണ്ടാകുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് തരം കോമ്പിനേഷൻസ് ആണ് സീരീസ് പാരലലും. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻസും ഉണ്ട്, സീരീസ് ആൻഡ് പാരലൽ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് വൺ സീരീസിൽ R1 R2 എന്ന് പറയുന്ന ഇവിടെ നമ്മൾ രണ്ട് റെസിസ്റ്റേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു R1 അക്രോസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് V1 എന്നെടുക്കാം, R2 അക്രോസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് V2 എന്നെടുക്കാം. V1 V2ൻ്റെ സമ്മായിരിക്കും എപ്പോഴും അപ്ലൈഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഈ V. മനസ്സിലായോ? അപ്പോൾ ഈ സെല്ല് ഉപയോഗിച്ച് നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്യപ്പെടുന്നത്? അക്രോസ് R1 ആൻഡ് അക്രോസ് R2. മനസ്സിലായോ? പക്ഷേ R1 കൂടി R2 പോകുന്ന കറണ്ട് എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഒരു സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പോകേണ്ടത് ഇതാണ്. കറണ്ട് സെയിം ആയിരിക്കാം സീരീസ് കണക്ഷനിലുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സിൽ കൂടിയും ഉള്ളത്, പക്ഷേ റെസിസ്റ്റേഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ബി ചേഞ്ചിങ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ V1 + V2 എന്ന് പറഞ്ഞാൽ ഓംസ് ലോ അനുസരിച്ച് നമുക്ക് ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്താൽ ഇഫക്റ്റീവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്ന് പറയുന്നത് I × RS എന്ന് കൊടുക്കാം. കാരണം ഇഫക്റ്റീവ് റെസിസ്റ്റൻസസ് ഇൻ സീരീസ് ആയിട്ട് നമ്മൾ R1 R2 കണക്ട് ചെയ്തപ്പോൾ നമുക്ക് സർക്യൂട്ടിൽ അനുഭവപ്പെടുന്ന റെസിസ്റ്റൻസ് ഈക്വൽ ടു V1 പകരം I × R1, V2 പകരം I × R2. സോ ഇക്വേറ്റിംഗ് ദിസ് ഇക്വേഷൻ യു ആർ ഗെറ്റിംഗ് RS ഈക്വൽ ടു R1 + R2. അതായത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് എന്ന് പറയുന്നത് രണ്ട് റെസിസ്റ്ററുകളുടെ സമ്മാണ്. അഥവാ എത്ര റെസിസ്റ്ററുകളുണ്ടോ അത്രയും റെസിസ്റ്റേഴ്സിൻ്റെ സമ്മായിരിക്കും. ദ നെക്സ്റ്റ് കോമ്പിനേഷൻ ഈസ് പാരലൽ കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷനിൽ നോക്കിക്കേ, ഈ മൂന്ന് റെസിസ്റ്റേഴ്സിന് നമ്മൾക്ക് ഒരു സെല്ലിന് പാരലലായിട്ട് കൊടുത്തിരിക്കുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ R1ൻ്റെ രണ്ട് ടെർമിനൽസും ജോയിൻ്റ് ആയിരിക്കുന്നത് സെല്ലിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസിന് അക്രോസ്, R2ൻ്റെയും രണ്ട് ടെർമിനൽസും ജോയിൻ്റ് ആയിരിക്കുന്നത് പോസിറ്റീവിനും നെഗറ്റീവിനും അക്രോസ്, ലൈക്ക്വൈസ് R3. സോ നമുക്ക് ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടി രണ്ട് റെസിസ്റ്റേഴ്സിന് മാത്രം നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സെല്ല് പ്രൊവൈഡ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ക്യാപിറ്റൽ V ആണെങ്കിൽ ഈ ഓരോ റെസിസ്റ്റേഴ്സിനും അക്രോസ് വരുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പും V തന്നെയായിരിക്കും. മനസ്സിലായോ? പക്ഷേ വ്യത്യാസം വരുന്നത് ഏതാണ്? കറൻറ്റാണ്. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യപ്പെടുകയാണ്. R1 R2 R3ക്ക് അക്രോസ് I1 I2 I3 ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നു. വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് I1 + I2 നൗ only when you are considering two resistors. അപ്പോൾ Iക്ക് പകരം നമ്മൾ V/RP, I1 പകരം V/R1, I2 പകരം V/R2. സോൾവിങ് യു ആർ ഗെറ്റിംഗ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ, ദാറ്റ് ഈസ് R1 R2 ഡിവൈഡഡ് ബൈ R1 + R2. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 1/RP = 1/R1 + 1/R2. ഈ എക്സ്പ്രഷൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് R1 R2 ഡിവൈഡഡ് ബൈ R1 + R2. സോ ഇത്രയും കാര്യങ്ങളാണ്. ഈ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സിമ്പിളാണ്, ബട്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസിൻ്റെ ലെവലിൽ അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു.